പഞ്ചാബ് ഓൺ റീൽസിന്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ പോകുന്ന രാജധാനി എക്സ്പ്രസ്സിലാണ്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ കുറേ വണ്ടികളുണ്ട്. അതിൽ ഒരു വണ്ടിയാണ് ഈ രാജധാനി എന്ന് പറയുന്നത്. അതും തിരുവനന്തപുരത്ത് നിന്നും നിസാമുദ്ദീൻ വരെ എൻഡ് ടു എൻഡ് ആണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എ സിയിലല്ല, സെക്കൻഡ് എ സിയിൽ. അപ്പോൾ പഞ്ചാബ് ഓൺ റീൽസ് ഇന്ന് ഇവിടെ തുടങ്ങുകയാണ്. ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 21 വീഡിയോ വരുന്നത് മിക്കവാറും 24 തീയതി ആയിരിക്കും. കാരണം ഞാൻ 23 തീയതിയാണ് ഡൽഹി എത്തുന്നത്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പഞ്ചാബ് ഓൺ റെയിൽസ് ട്രെയിൻ യാത്ര സീരീസ് ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ പഞ്ചാബ് ഓൺ റെയിൽസ് യാത്രാ സീരീസ് കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പഞ്ചാബിലെ മെയിൻ സ്ഥലങ്ങളായ അമൃത്സർ, പട്ടാൻകോട്ട്, ലുധിയാന, ജലന്ധർ, ബട്ടിൻഡ, ഫാസിൽക്ക എന്ന സ്ഥലമുണ്ട്. ഫാസിൽക്ക. അപ്പോൾ ഇങ്ങോട്ടേക്കെല്ലാം നമ്മൾ അവിടുത്തെ ലോക്കൽ ട്രെയിൻ, പാസഞ്ചർ ട്രെയിനിൽ ജനറലിൽ പോകാനാണ് നമ്മുടെ ഈ യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ പഞ്ചാബിലേക്ക് പോകല്ല, നമ്മളിവിടെ നിന്ന് ആദ്യം ഡൽഹി പോവും. ഡൽഹിയിൽ നിന്ന് പട്ടാൻകോട്ട് പോവും. പട്ടാൻകോട്ട് നിന്ന് കംഗ്രാവാലി റെയിൽവേ എന്നൊരു നാരോ ഗേജ് റെയിൽവേ ഉണ്ട്. അത് അധികം ആർക്കും അറിയാത്തൊരു റെയിൽവേ ആണ്. നമ്മുടെ ഈ കൽക്ക ഷിംല ടോയ് ട്രെയിൻ പോലത്തെ ഒരു ടോയ് ട്രെയിൻ ഓടുന്നുണ്ട്. അതൊരു വമ്പൻ സംഭവമാണ്. അപ്പം അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമൃത്സർ വന്നിട്ടാണ് ഈ പഞ്ചാബ് മൊത്തം നമ്മൾ പോകുന്നത്. നമ്മൾ അമൃത്സറിലെ വാഗാ ബോർഡറിൽ പോകുന്നുണ്ട്. വാഗാ ബോർഡറിലല്ല പോകുന്നത്, വാഗാ ബോർഡറിലേക്ക് പോകുന്ന ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് പഞ്ചാബ് റെയിൽസ്. നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് രാജധാനിക്ക്, തിരിച്ചു വരുന്നത് നമ്മുടെ സ്വന്തം ശ്രീ ഗംഗാനഗർ കൊച്ചുവേളി എക്സ്പ്രസ്. ഈ കൊച്ചുവേളി അല്ല കേട്ടോ, തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ്. ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പാലാരിട്ടത്തെ ഫ്ലാറ്റിലാണ്. ഇവിടെ നിന്ന് ഇനി ശബരി എക്സ്പ്രസ്സിന് കയറി തിരുവനന്തപുരത്ത് പോകും. നമ്മളെല്ലാ യാത്ര എൻഡ് ടു എൻഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് നിന്നാണ് രാജധാനിക്ക് കയറുന്നത്. ശബരി എക്സ്പ്രസ് ഒരു 6 മണി റേഞ്ചിൽ ട്രിവാൻഡ്രം എത്തും. അവിടെ നിന്ന് 7:15 നമ്മുടെ രാജധാനി ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇനി ശബരിക്ക് കയറി ട്രിവാൻഡ്രം പോകും. അപ്പം ശരി, ഞാൻ പഞ്ചാബ് പോയിട്ട് വരാം. അമ്മയ്ക്കാണ് അമൃത്സറി കുൽച്ച അയച്ചതിന്റെ ടേസ്റ്റ് ഇതിനായിട്ട് മാറിയിട്ടില്ലെന്നാ ഇപ്പോഴും പറയുന്നത്. ആണോ? ആ, ഞാൻ അമൃത്സറി കുൽച്ച കഴിക്കുമ്പോ ഫോട്ടോ അയച്ചു തരാം കേട്ടോ. പിന്നെ കൊറിയർ. അപ്പൊ ശരി, ഞാൻ പോയിട്ട് വരാം. ഋഷി സ്കൂളിൽ പോയി, അച്ഛൻ അവിടെ എന്തോ കുറച്ച് പരിപാടിയാ. ശരി, ബൈ. ഇതൊരു 2 ആഴ്ചത്തെ യാത്ര കേട്ടോ, 14 ദിവസത്തെ യാത്രയാണ്. അപ്പൊ ഈ 14 ദിവസത്തേക്ക് ഞാൻ ഈ ഒറ്റൊരു ബാഗ് എടുക്കുന്നുള്ളൂ. ഇതാണ് ബാഗ്, കണ്ട, ഈ ഒറ്റൊരു ബാഗ് ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പൊ ഇതിനകത്ത് 3 ജോഡി ഉടുപ്പ്, 3 ജോഡി പാന്റ്, പിന്നെ തണുപ്പത്തിടാൻ വേണ്ടി ഒരു കൂടിയുണ്ട്, തണുപ്പത്തിടുന്ന ടൈപ്പ് പാന്റും ഉണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. വലിയ തണുപ്പൊന്നുമില്ല. നമ്മൾ പോകുന്ന സ്ഥലത്ത് ഒരു 10 ഡിഗ്രി ഒക്കെ ഉള്ളൂ. 10 ഡിഗ്രി താഴെ ഒരു 5-നും 10-നും ഇടയ്ക്കൊക്കെ ടെമ്പറേച്ചർ ഉള്ളൂ രാത്രിയിലൊക്കെ ആണെങ്കിൽ. അപ്പോ 2 ആഴ്ചത്തെ യാത്ര കേട്ടോ. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം പോകാൻ വേണ്ടി നമ്മൾ ശബരി എക്സ്പ്രസ്സിന് ഇവിടെ എറണാകുളത്ത് നിന്ന് കയറുകയാണേ. നമ്മൾ ഏകദേശം ഒരു 6:05 ഇവിടെ എത്തും, ട്രിവാൻഡ്രം എത്തും. ഞാൻ ഇതിൻ്റെ സ്ലീപ്പറിനാണ് തിരുവനന്തപുരം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ തിരുവല്ല എത്തി കേട്ടോ. ഈ വണ്ടി ഇപ്പം ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ ലേറ്റാണ്. പക്ഷേ ഇത് തിരുവനന്തപുരം എത്തുമ്പോഴേക്കും പക്ക ഓൺ ടൈം, അല്ലെ ബിഫോർ ടൈം അടിച്ച് വേണം കയറി നോക്കിയോ. ഈ വണ്ടി കൊല്ലത്തുനിന്ന് കൊല്ലം തിരുവനന്തപുരം പാസഞ്ചറിന് പുറകിൽ ഇങ്ങനെ എഴുന്നാണ് പോകുന്നത്. 4 മണിക്ക് കൊല്ലത്തെത്തുന്ന ഈ വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് 6 മണിക്ക്, 2 മണിക്കൂർ സമയം. അപ്പോൾ ഇതിങ്ങനെ പെയ്യപ്പോൾ എല്ലാ സ്റ്റേഷനിലും നിർത്തിയെടുത്ത് എല്ലാ സ്റ്റേഷനും കണ്ടാണ് ഈ വണ്ടി പോകുന്നത്. നമ്മളിപ്പോൾ തിരുവനന്തപുരം നോർത്ത് അഥവാ കൊച്ചുവേളിയിലെത്തി. ഇനിയിപ്പോൾ 5:36 ഇപ്പോൾ സമയം. 6:05 തിരുവനന്തപുരം സെൻട്രലിലേക്ക് കയറ്റിയാൽ അപ്പോൾ അതിങ്ങനെ ഇവിടെ പിടിച്ചിടും. ഇനി പയ്യെ വണ്ടി പോകത്തുള്ളൂ. നമ്മളങ്ങനെ തിരുവനന്തപുരം സെൻട്രലിലെത്തി. ഇപ്പം സമയം എന്ന് പറയുന്നത് 6:05. ഒരു 1.25 മണിക്കൂറിൽ നമ്മുടെ പഞ്ചാബ് ഓൺ റെയിൽസ് ഒഫീഷ്യലി ഇവിടെ നിന്ന് ആരംഭിക്കും, നമ്മുടെ തിരുവനന്തപുരം രാജധാനിയിൽ. അപ്പോൾ 7:15 വണ്ടി ഇവിടെ നിന്ന് വിടുന്നത്. പ്ലാറ്റ്ഫോം 2-ലായിരിക്കും മിക്കവാറും നമ്മുടെ രാജധാനി വരുന്നത്. നോക്കാം. അങ്ങനെ നമ്മുടെ തിരുവനന്തപുരം രാജധാനി ഇതാ ഷണ്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇതിൻ്റെ ലോക്കോ ഞാൻ നിങ്ങളെ കാണിച്ചാൽ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ പറയും. ലോക്കോ ഞാൻ കാണിക്കുക ഏതാണ്, ഇപ്പോൾ റേക്ക് കാണിക്കാം, ലോക്കോ പിടിപ്പിക്കുകയോ ലോക്കോ കാണിക്കുക ഏതാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ രാജധാനിക്ക് അവർ ഈ ലോക്കോ വിടുന്നു കേട്ടോ. ഈ ട്രെയിനിൻ്റെ റേക്ക് ഇങ്ങനെ റിവേഴ്സ് അടിച്ച് വരുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരു സൈറൺ പോലെ ശബ്ദം കേൾക്കാം കേട്ടോ. ഇങ്ങനെ നമ്മുടെ രാജധാനിയുടെ റേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് രാജധാനി എക്സ്പ്രസ്. കുറച്ച് നാളായിട്ടേ ഉള്ളൂ രാജധാനിക്ക്. ഇപ്പോൾ 2 ഫസ്റ്റ് AC കോച്ച് ഉണ്ട്, H1-ഉം H2-ഉം ഉണ്ട്. നമ്മൾ ട്രാവൽ ചെയ്തത് AC 2 ടയറിലാണ്, A5-ൽ, അതായത് മുന്നിലാണ്. H2 H1 കഴിഞ്ഞിട്ടാണെന്ന് A5 വരുന്നത്. നമ്മുടെ കോച്ച് A5 ആണ്, അതായത്
നമ്മുടെ ഫസ്റ്റ് AC തൊട്ട് പുറയിലത്തെ കോച്ച്, ഇതാണ് നമ്മുടെ കോച്ച് A5. രാജധാനിയുടെ വൃത്തിയൊക്കെ എങ്ങനെയുണ്ടോ, കയറുമ്പോൾ തന്നെ വലിയ മെയിൻറ്റൈൻഡ് കോച്ചൊന്നുമല്ല മനസ്സിലാക്കാം. നമ്മുടെ സീറ്റ് 23 സൈഡ് ലോവറാണ്. അപ്പൊ എന്റെ ബെർത്ത്, അതായത് ഡൽഹി വരെ പോകാനുള്ള എന്റെ ബെർത്ത് കണ്ടി ഇവിടെ കേട്ടോ. നമ്മുടെ രാജധാനിയുടെ ലോക്കോ ഇതാണ് കേട്ടോ, ഒരു കരിഞ്ഞ ഒരു ഭുസാവൽ ഷെഡിന്റെ ഒരു WP4. ഈ ലോക്കോ വിടുന്നതുകൊണ്ട് ശരിക്കും പ്രശ്നമൊന്നുമില്ല, കാരണം ഇത് 130 ഒക്കെ എടുക്കുന്ന ലോക്കോ ആണ്. പക്ഷേ ഈ നമ്മുടെ ഈ രാജധാനി എന്ന വണ്ടിയായിട്ട് ഒട്ടും മാച്ച് ഇല്ലാത്ത ലോക്കോ. രാജധാനി എന്ന് പറയുമ്പോൾ എല്ലാവരും WP7 ലോക്കോ ഒക്കെ അല്ലേ പ്രതീക്ഷിക്കുന്നേ. പക്ഷേ ഇത് ഒരുമാതിരി എന്തോ പരിപാടി നോക്കി. അവിടെ വേറെ 2 WP7 ഉണ്ട്, അവരത് പോരാൻ ഈ ലോക്കോ ആണ് നമ്മുടെ രാജധാനിക്ക് കൊടുത്തേക്കുന്നത്. പോരെ ആക്സിലേഷൻ ടൈം നല്ല ടൈം എടുക്കും, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് ഭയങ്കര മോശം ഒരു ലോക്കോ ആയതുകൊണ്ടോ, ഒട്ടും പുറത്തോടൊക്കെ ഭയങ്കര തുരുമ്പിച്ച് ഒരു പരിവായി കിടക്കുന്ന ലോക്കോ. ഭുസാവൽ ഷെഡിനെയാണ് ഈ ലോക്കോ. നോക്കിത് കരിഞ്ഞ് ഉണങ്ങിയ ഒരു സാധനമാണ്. എന്താല്ലേ, ഞാൻ രാജധാനിയുടെ ശരിക്കും പറഞ്ഞാൽ ഈ WP4 ലോക്കോ കണ്ടിട്ടില്ല. ഈ ലോക്ക്ഡൗൺ സമയത്താണ് കൂടുതൽ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടും ഇതേപോലെ ഈ ലോക്കോ കൊടുക്കുന്നുണ്ടോ. ലോക്കോ ഒക്കെ പിടിപ്പിച്ചു 7:15 നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെടും. അപ്പോൾ ഇത് WP4 ലോക്കോ ആയതുകൊണ്ട് ഇതിന് ഹെഡ് ഓൺ ജനറേഷൻ ടെക്നിക്കൽ, അതായത് മോളിന് കറണ്ട് എടുത്ത് കോച്ചിലേക്ക് കൊടുക്കുന്ന സപ്ലൈ ഇതിനില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഇവർ EOG, അതായത് ജനറേറ്റർ കാർ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഡൽഹി വരെ ഈ ജനറേറ്റർ കാർ കത്തിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ രാജധാനി പോകുന്നത്. എന്നെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്തുള്ള 2 നമ്മുടെ റെയിൽ ഫാൻ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ 2 പേരും പേര് അശ്വിൻ എന്നാണ് കേട്ടോ. ഈ അശ്വിൻ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഈ അശ്വിൻ വേറെ അശ്വിനാണ്. നമ്മുടെ വീഡിയോയിൽ എപ്പോഴും കമന്റ് ഇടാറുണ്ട്, SJ അശ്വിൻ പ്രണവ് എന്നാണ് ഐഡിയുടെ പേരല്ലേ. ഞാൻ എപ്പോഴും നിങ്ങളുടെ കമന്റ് കാണാറുണ്ട് കേട്ടോ. താങ്ക് യു കാണാൻ വന്നതിന് സന്തോഷം. രാജധാനി ആയതുകൊണ്ട് ഇതിന്റെ ബാത്റൂം ഒക്കെ എങ്ങനെ ഉണ്ടോ എന്തോ. ഓക്കെ എന്നാലും ശോഭമാണ് കേട്ടോ, അത്ര മെയിൻറ്റെയിൻ ഒന്നുമല്ല. പിന്നെ ഇപ്പൊ കഴുകിയിട്ടിട്ടുണ്ട്. ഇതിപ്പോ 2 ദിവസം കഴിഞ്ഞ് നാളെ രാവിലെ ആകുമ്പോൾ ഇതിന്റെ അവസ്ഥ നോക്കണം, ഇങ്ങനെ ഉണ്ടാവുമോ എന്തോ. കയറുമ്പോൾ പാസഞ്ചേഴ്സിന് കൊടുക്കാനുള്ള വാട്ടർ ബോട്ടിൽസ് ആണ് ഈ വെച്ചേക്കുന്നത്. നമ്മുടെ ഒരു ഡ്രീം യാത്രയാണ് കേട്ടോ ഇത്. ഞാൻ എപ്പോഴും വിചാരിക്കും രാജധാനിക്ക് end to end പോകണം, ഫസ്റ്റ് AC പോകണമെന്നാണ്. പക്ഷെ ഫസ്റ്റ് AC പോകാൻ നമ്മുടെ കൂടെ ആരിലൊക്കെ വേണം, ഒറ്റയ്ക്ക് വേറെ ശരിയാകത്തില്ല ഫസ്റ്റ് AC. അപ്പോൾ ഫസ്റ്റ് AC ക്യാബിൻ കിട്ടിയാലേ അവരുടെ കൂടെ നമുക്ക് ബ്ലോഗ് ചെയ്യാനൊന്നും പറ്റത്തില്ല. സെക്കൻഡ് AC ആകുമ്പോൾ സീനില്ല. അപ്പോൾ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലെ ഒരു യാത്രയാണ് പോകാൻ പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം ഈ യാത്രയിൽ. ഈ ഒരു ഹോൾ പഞ്ചാബ് ട്രിപ്പിൽ ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാരണമാണ് ഞാൻ ഈ രാജധാനി ഇപ്പോൾ പോകാൻ പോകുന്നത്. എൻ്റെ ഡ്രീം സാധിച്ചെടുക്കാൻ വേണ്ടി നിങ്ങളാണ് കാരണം. താങ്ക് യു. നമ്മൾ ട്രാവൽ ചെയ്യുന്ന AC ടൂട്ട് 2019 മെയ്യുടെ ഒരു കോച്ചാണ്. നോർത്തേൺ റെയിൽവേയുടെയാണ് ഈ രാജധാനി. അപ്പോൾ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വണ്ടിക്ക് കുറേ റേറ്റ് ഷെയറിംഗ് ഉണ്ടൊക്കെ ഞാൻ പറയാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മുടെ രാജധാനി വിടേണ്ട സമയമായിട്ടുണ്ട്, പക്ഷേ ഇതിലായിട്ടും വിട്ടിട്ടില്ല. 7:15 വിടേണ്ടതാണ്. സിഗ്നൽ എതിരായിട്ട് ആയിട്ടില്ല കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന തിരുവനന്തപുരം നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ് അങ്ങനെ ഇവിടെ നിന്ന് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. 7:18 ആയപ്പോഴേക്കും 2848 കിലോമീറ്റർ ഈ രാജധാനി സഞ്ചരിക്കുന്നത് 41 മണിക്കൂർ 15 മിനിറ്റ് എടുത്തിട്ടാണ്. നമ്മളെ വന്ന് ശബരി എക്സ്പ്രസിന്റെ ലോക്കോ ആയാലും കൊടുത്താൽ മതിയായിരുന്നു. ഇവിടെ 2 WP7 ലോക്കോ വേറെ ഉണ്ട് കേട്ടോ. ഇത് കൂടാതെ അപ്പുറത്ത് വേറെ റോയപുരത്തിന്റെ ഒരു ലോക്കോ ഉണ്ട്. അത് ഏതൊരെണ്ണം കൊടുത്താൽ പോരായിരുന്നു. എന്തായാലും ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ വേറെ അലൊക്കേഷൻ ഉണ്ടാകും, കാരണം ഇത് വേറെ വണ്ടിക്കൊക്കെ പോകേണ്ടതായിരിക്കും. നമ്മളീ പോകുന്ന രാജധാനിയുടെ ഡൽഹിയിൽ നിന്ന് വിട്ട ലോക്കോ ഇവര് വൈകിട്ട് തിരുവനന്തപുരം കൊല്ലം പാസഞ്ചർ ഉണ്ട്, അതിന്റെ കൂടെ അവർ ഡെഡ് ആക്കിയ ലോക്കോ കൊല്ലത്തേക്ക് വിട്ടു. ഞാൻ കണ്ട ലോക്കോ പോകുന്നത്. അതെന്താണ് അങ്ങനെ വിടാൻ കാരണം എന്നറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ കാരണം കാണാം, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് അറിയത്തില്ലല്ലോ. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആട്ടോ, കാരണം ഇത് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള യാത്രയാണ്. അപ്പോൾ നമ്മൾ നിസാമുദ്ദീനിൽ എത്തുന്നത് ഇപ്പം നാളെ സാറ്റർഡേ ആണ്. സൺഡേ ഉച്ചയ്ക്ക് 12:30 നമ്മൾ ഓൺ ടൈം ആണെങ്കിൽ എത്തും. ഈ ലോക്കോ 130 എടുക്കുമെന്ന് അറിയത്തില്ല, കാരണം ചില WP4 ഒക്കെ 130 എടുക്കത്തില്ല. നോക്കാം, 130 എടുക്കുന്ന വസായി റോഡ് ആ ഭാഗമാകുമ്പോഴാണ്. അപ്പോൾ അതുവരെ 110, 120 ഒക്കെ ഉള്ളൂ. ഇന്ത്യയിലെ ഏത് പ്രീമിയം വണ്ടി കയറിയാലും നമുക്ക് ഇതേപോലെ റെയിൽ നീർ കിട്ടും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതിന് 15 രൂപയുള്ളൂ. പുറത്ത് ആര് ചോദിച്ചാലും റെയിൽ നീറിന് മാത്രമല്ല ഏത് വെള്ളത്തിനും റെയിൽവേ സ്റ്റേഷനിൽ 15 രൂപയുള്ളൂ. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു കുപ്പിയുള്ളൂ കേട്ടോ. ബാക്കി മേടിക്കാണെങ്കിൽ പൈസ കൊടുക്കണം. രാജധാനി ആയതുകൊണ്ട് നമുക്ക് ബെഡ്ഷീറ്റ് ഇങ്ങോട്ട് കൊണ്ടുതരും, അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് വെക്കത്തേ ഉള്ളൂ. ഇത് കൊണ്ടുതരും, സീറ്റ് നമ്പറൊക്കെ വെച്ച് കൊണ്ടുതരും. എന്നിട്ട് ഇതെല്ലാം കൂടെ രാത്രി ഇതെല്ലാം കൂടെ ലാസ്റ്റ് അവിടെ ഡൽഹി എത്താനാണ് ടിപ്പും വാങ്ങിക്കുന്നത്. ഇതാണ് പരിപാടി. കോച്ചിൻ്റെ ഇപ്പോൾ ഹസ്രത്ത് നിസാമുദ്ദീൻ്റെ വണ്ടിയാണ് കണ്ടോ, നോർത്തേൺ റെയിൽവേ ഡൽഹി ഡിവിഷൻ. അപ്പോൾ ഈ രാജധാനിയുടെ റേറ്റ് ഷെയറിങ്ങിനെ പറ്റി ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ, ഈ രാജധാനിക്ക് ശരിക്കും വേറെ 3 രാജധാനിയുടെ റേറ്റ് ഷെയറിംഗ് ഉണ്ട്. അതായത് സെക്കന്ദരാബാദ് പോകുന്ന രാജധാനി, പിന്നെ മഡ്ഗാവ് പോകുന്ന ഗോവ രാജധാനി,
ചെന്നൈ പോകുന്ന തമിഴ്നാട് രാജധാനി, അങ്ങനെ 3 രാജധാനിയായിട്ട് ഇതിന് റേക്ക് ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന റേക്ക് ശരിക്കും ഏത് വണ്ടിക്ക് വന്നാൽ അതൊന്നും പറയാൻ പറ്റില്ല. കാരണം മൾട്ടിപ്പിൾ റേക്സ് അവിടെ നിസാമുദ്ദീൻ ഉണ്ടാവും. അതായത് ഹൈദരാബാദിൽ നിന്ന് രാജധാനി റേക്ക് ഉണ്ടാവും, ചെന്നൈയിൽ നിന്ന് രാജധാനി റേക്ക് ഉണ്ടാവും. അപ്പോൾ അവർ ഏത് റേക്ക് വേണമെങ്കിലും നമുക്ക് തിരുവനന്തപുരം രാജധാനിയായിട്ട് ഇങ്ങോട്ട് വിടാം. അപ്പം റേക്ക് ഷെയറിംഗ് ശരിക്കും ഈ 3 രാജധാനിയായിട്ടുണ്ട്. ഏത് റേക്ക് വേണമെങ്കിലും നമുക്ക് ഇങ്ങോട്ട് വിടാം. എവിടെ നിന്ന് വന്ന റേക്ക് വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് അവർക്ക് വിടാൻ പറ്റും. കാരണം മൾട്ടിപ്പിൾ റേക്സ് ഉണ്ട്. അപ്പോൾ അവരത് ബോർഡ് മാറ്റി അങ്ങനെ വിടത്തേ ഉള്ളൂ. അപ്പോൾ ഇതിനൊരു ശരിക്കും പാറ്റേൺ ഒന്നുമില്ല. ഇത്ര ഈ 3 വണ്ടിയുടെ റേക്ക് ഷെയറിംഗ് ഉണ്ടെങ്കിലും ഇതിനൊരു കറക്റ്റ് പാറ്റേൺ ഇല്ല. അത് ഏത് റേക്ക് വേണമെങ്കിലും അവർ വിടാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഈ രാജധാനിയുടെ മെയിൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. 124-31 നമ്മൾ ഇവിടെ നിന്ന് ഡൽഹിക്ക് പോകുന്ന രാജധാനി നമ്പർ, തിരിച്ചു വരുന്ന രാജധാനിയുടെ 12432. റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തലയിൽ ഉണ്ടാക്കിയാണ് നമ്മുടെ കോച്ച്. അത്ര വലിയ മെയിൻറ്റെയിൻ ഒന്നുമില്ല. കാരണം നോർത്ത് ഇന്ത്യയിലൂടെ വണ്ടിയല്ലേ, വലിയ മെയിൻറ്റെയിൻ ഒന്നുമല്ല. കണ്ടാൽ തന്നെ അറിയാം. ഇതൊക്കെ ഉണ്ട് ഒരുമാതിരി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ പ്രീമിയം വണ്ടിയുടെ അവസ്ഥയാണ് കാണുന്നത്. വൃത്തിയാക്കിയിട്ടുണ്ട്, പക്ഷേ മെയിൻറ്റെയിൻഡ് അല്ല. അതാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ഭക്ഷണം അടക്കം എനിക്ക് യാത്രയ്ക്ക് ചിലവായ രൂപ എന്ന് പറയുന്നത് 6820 രൂപയാണ്. ഭയങ്കര എക്സ്പെൻസീവ് ആണ് രാജധാനി. ഞാൻ 2 മാസം മുമ്പ് ബുക്ക് ചെയ്ത ഇത് തന്നെയാണ്. ഡൈനാമിക് പ്രൈസിംഗ് ആണ്. ഫസ്റ്റ് എ സി ആകുമ്പോൾ 8000 രൂപ വരും. ഭയങ്കര പൈസയാണ് ഫസ്റ്റ് എ സി. ഫസ്റ്റ് എ സി ഒക്കെ നമുക്ക് പോവാം. എൻ്റെ ബക്കറ്റിൽ ഞാനിതേപോലെ കുറേ ജേർണി ഇട്ടിട്ടുണ്ട്. കുറേ ഉണ്ട്, അത് പറയാൻ പോയി സ്പോയിലർ. അപ്പം കുറേ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് സാമ്പത്തികമാവുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ ചെയ്യുവാണ്. ഇനിയുണ്ട് ഇഷ്ടം പോലെ. പുറത്തേക്കൊക്കെ പോകണമെന്നുണ്ട്. ട്രെയിൻ യാത്ര ഒക്കെ പോകും ഉടനെ. ഞാനൊരു ഞെട്ടിക്കുന്ന സത്യം പറഞ്ഞു. നമുക്ക് രാജധാനിയിൽ സെക്കൻഡ് ഏസിനും തേർഡ് ഏസിനും കിട്ടുന്ന ഫുഡൊക്കെ പുറത്തുനിന്ന് എടുക്കുന്ന അറിയോ? പുറത്തുനിന്ന് അവർ കയറ്റുന്നതാണ്. ആകെ ഫസ്റ്റ് ഏസിൽ മാത്രമുള്ളൂ ഇതിനകത്ത് ഫുഡ് ഉണ്ടാക്കുന്ന പോലെ. അവർ പുറത്തുനിന്ന് കയറ്റി ഇതിനകത്ത് ചൂടാക്കിയിട്ടാണ് നമുക്ക് കൊണ്ട് തരുന്നത്. ആകെ ഫസ്റ്റ് ഏസിൽ മാത്രമേ അവർ, ഫസ്റ്റ് ഏസിക്ക് വേറെ മെനുവാണല്ലോ, ഫസ്റ്റ് ഏസിൽ മാത്രമാണ് അവർ വേറെ ഫുഡ് നമുക്ക് തരുന്നത്. എൻ്റെ 6ാമത്തെ രാജധാനി യാത്രയാണ്. ഫസ്റ്റ് ഞാൻ പോയത് നമ്മുടെ മുംബൈ ഡൽഹി രാജധാനിയിലാണ്. കിങ് എന്നറിയപ്പെടുന്ന രാജധാനിയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇന്ത്യ വണ്ടീൽസ് പോയപ്പോൾ ചേട്ടനോടെ. പിന്നെ സെക്കൻഡ് പോയത് അച്ഛനും അമ്മയായിട്ട് രാജധാനിക്ക് മംഗലാപുരത്ത് എറണാകുളം വരാൻ നേരത്ത്. 3ാമത് പോയത് ചെന്നൈ രാജധാനിയിലാണ്. 4ാമത് പോയത് ഇവിടെ ജമ്മു തവി രാജധാനി. 5ാമത് പോയത് മറ്റേ മുംബൈ ഡൽഹി മറ്റേ പുഷ്പുൾ രാജധാനി. 6ാമതാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് തിരുവനന്തപുരം നിസാമുദ്ദീൻ രാജധാനി. നമ്മളെ കൊല്ലം ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് കൊണ്ട് പിടിച്ചിട്ടേക്കോ. കാരണം കൊല്ലത്ത് മലബാർ കിടപ്പുണ്ട്. മലബാർ നമ്മളായിട്ട് വലിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ വണ്ടി ഇപ്പോൾ ലേറ്റാണ്. 8:15 എത്തേണ്ടതാണ്. ഇപ്പോൾ 10-12 മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ഒരു നേരമാവും. ആ മലബാർ മിക്കവാറും പെരുന്നാട് വല്ല ഒതുക്കിയിട്ട് നമ്മൾ കയറി പോകും. രാജധാനി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പേര് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു പ്രയോറിറ്റിയും ആ ഒരു മെയിൻ്റനൻസും ഒന്നും ഇപ്പം ഇല്ല രാജധാനിക്ക്. ചുമ്മാ പേരും കാശും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പണ്ടെന്ന് പറയുമ്പോൾ രാജധാനി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വന്ദേ ഭാരത് പോലെയായിരുന്നു. ഭയങ്കര പ്രയോറിറ്റിയും ഭയങ്കര വലിയ കാര്യമായിരുന്നു. ഇപ്പോഴും കാര്യമാണ്, പക്ഷേ പണ്ടത്തെ അത്ര ഇല്ല. അങ്ങനെ കൊല്ലം ജംഗ്ഷനിൽ എത്തുന്നത് 17 മിനിറ്റ് ലേറ്റായിട്ട്. രാജധാനി ആ മലബാർ കാരണം, അത് മലബാറിട്ട് വലിപ്പിച്ച് നമ്മളെ ലേറ്റ് ആക്കി. മലബാർ മിക്കവാറും അടുത്ത സ്റ്റേഷനിൽ വല്ല ഒതുക്കിയിട്ട് നമ്മളെ കയറിപ്പോകും. മലബാറിന് ഓട്ടേക്ക് അടിക്കും. നമ്മൾ ശാസ്താംകോട്ട വെച്ചിട്ട് മലബാറിന് ഓട്ടേക്ക് അടിച്ചു. ഞാൻ വിളിച്ച് പെരുന്നാട് വെച്ചായിരിക്കുന്നത്, പക്ഷേ ശാസ്താംകോട്ട വെച്ച് ഓട്ടേക്ക് കൊടുത്തു. നമ്മളിനി കായംകുളം നിർത്തത്തൊന്നുമില്ല. ഇനി അടുത്ത സ്റ്റോപ്പ് ആലപ്പുഴ. രാജധാനിയിലെ ഫുഡ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന ഫുഡാണിത്. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഇത് ചപ്പാത്തിയാണെന്ന് തോന്നുന്നു. നല്ല ചൂടുണ്ട്. അത് ഇവർ ചൂടാക്കി തരുന്നത്, അത്രയും ചൂടല്ലാതെ വരത്തില്ല. പിന്നെ ഇതെന്തെങ്കിലും സബ്ജിയൊക്കെ ആയിരിക്കും. തൈരുണ്ട്. സെയിം സാധനം തന്നെ. ഇവർക്ക് ഇതൊന്നും മാറ്റാറായിട്ടില്ല. എപ്പോഴും സെയിം ഇരിയത്തിന് വെച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ തന്നെ ചോറ്, ഇതിൽ ഈ ചോറിനും കറിക്കും മാത്രമേ ചൂടുള്ളൂ. ഇതൊക്കെ തണുത്തിരിക്കുക എപ്പോഴും. പിന്നെ നമുക്ക് ഡെസേർട്ടായിട്ട് ഇതിൻ്റെ കൂടെ ഈ 2 രസഗുള ഉണ്ട് കേട്ടോ. ഇതെല്ലാം തണുത്തായിരിക്കുന്നത്. രസഗുള പിന്നെ തണുത്തായിരിക്കുമല്ലോ. പിന്നെ തൈരുമുണ്ട്. ഇതാണ് മെയിൻ സാധനം. എല്ലാ പ്രീമിയം ട്രെയിനിലും കിട്ടുന്ന സെയിം ഫുഡ് തന്നെ. ഈ സാമ്പാറാണ് കാക്കാശിനുള്ളത് കേട്ടോ. വെറുതെ ചുമ്മാ ഗോതമ്പൊടി
അയ്യോ ഒരു ടേസ്റ്റും ഇല്ല, ഈ കറിക്കാണ് ഒരു ടേസ്റ്റും ഇല്ല. അയ്യോ പെട്ടുപോയില്ല ദൈവമേ എന്ന് പറഞ്ഞ ഫുഡും ബുക്ക് ചെയ്ത് വെജ് ഫുഡാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഈ കറിക്കാണ് ഭയങ്കര ഉപ്പ്. ഇത് പനീർ കറിയാണ്, ഡാൽ കറി പിന്നെയും കുഴപ്പമില്ല, പക്ഷേ ഈ സാധനം ഭയങ്കര മോശമാണ്. മിനിറ്റ് ലേറ്റായിട്ട് നമ്മളിവിടെ ആലപ്പുഴയിലെത്തി. 9:53 എത്തിയത്, 9:33 എത്തേണ്ട 2 മിനിറ്റിൻ്റെ കാട്ടിന് ശേഷം നമ്മുടെ രാജധാനി പെട്ടെന്ന് തന്നെ വിട്ടു കേട്ടോ. P4 P7 നമ്മളെ വ്യത്യാസം ചെയ്താൽ കണ്ടോ. P4 ഉണ്ടോ പയ്യാണ് സ്പീഡ് എടുക്കുന്നത്, പക്ഷെ P7 ഈ സമയം കൂടെ നല്ല സ്പീഡ് എടുത്തതാണ്. അതാണ് ഇതിന് മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. വേറെ ഡിഫറൻസ് ഒന്നുമില്ല, കാരണം P4 130 ഒക്കെ സുഖമായിട്ട് കയറും. നമ്മുടെ ലോക്കോ പൈലറ്റ് ചേട്ടൻ അധികം ഹോൺ അടിക്കാത്തൊരു ചേട്ടനാണ് കേട്ടോ. പുള്ളി ഹോൺ അടിക്കുന്ന ഇഷ്ടമല്ല തോന്നുന്നു. പുള്ളി സ്റ്റേഷനിലൊക്കെ വിടുമ്പോഴാണെങ്കിലും ചെറിയൊരു ഹോൺ അടിക്കുന്നത്. പോകുന്ന വഴിക്ക് അങ്ങനെ ഹോൺ അടിക്കുന്നത് ഭയങ്കര കുറവാണ്. ചിലരങ്ങനെ, ചിലർ നല്ലപോലെ ഹോൺ അടിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിലേ വെച്ച് തന്നെ നമ്മൾ കണ്ട് എറണാകുളം ജംഗ്ഷൻ എത്തുന്നത്. എൻ്റെ കോച്ചിൽ ഇപ്പോൾ വലിയ ആൾക്കാരൊന്നും കയറിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് അല്ലെങ്കിൽ കോഴിക്കോടെന്നോ മംഗലാപുരത്തു നിന്നൊക്കെ ആൾ കയറുമായിരിക്കും. പത്ത് 46 നമ്മൾ കണ്ട് എറണാകുളം ജംഗ്ഷനിൽ കയറി. നമ്മൾ 7:15 വിട്ടാണ്. ഏകദേശം 3.5 മണിക്കൂറിൽ നമ്മൾ എറണാകുളം എത്തി. എറണാകുളം പട്ന എക്സ്പ്രസ് ട്രെയിനാണ് കിടക്കുന്നത്. ഇത് മറ്റേ പ്രയാഗ്രാജ് വഴി പോകുന്ന വണ്ടിയാണ്. എറണാകുളത്തിൻ്റെ ഒരു WDG4 ഇവിടെ കിടപ്പുണ്ട്. 10:55 നമ്മുടെ രാജധാനി ഇവിടുന്ന് പുറപ്പെട്ടു. അതേ നേരം ഒന്നും പിടിച്ചെടുത്തില്ല, കാരണം ഇതുപോലത്തെ ടോപ്പ് പ്രയോറിറ്റി വണ്ടികളൊന്നും അതേ നേരം പിടിച്ചെടുത്തില്ല. നമ്മൾ അടുത്ത ഓവർടേക്ക് അടിക്കാൻ പോവാണ്. എറണാകുളം ടൗണിലെ കൊല്ലം വിശാഖപട്ടണം വീക്കിലി കിടപ്പുണ്ട്. നമ്മളിപ്പോൾ എറണാകുളം ജംഗ്ഷനിൽ വിട്ട് ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ രാവിലെ എണീറ്റപ്പോഴേ 6:10 ചായ കൊണ്ട് തന്നേക്കുന്നത്. നമ്മൾ തന്നെ ഉണ്ടായി കുടിക്കണത്, ചൂടുവെള്ളവും പിന്നെ മറ്റേ ടീ ബാഗൊക്കെ ആയിട്ട്. നമ്മുടെ രാജധാനി ലേറ്റാണ്. 6:40 ഇത് ഉടുപ്പ് എത്തുന്ന വണ്ടി ഇപ്പം 6:45 ഇവിടെ മുൾക്കി ആയതേ ഉള്ളൂ കേട്ടോ. അവിടെ സുരക്ഷയിലുണ്ട് ഒരു 20 മിനിറ്റോളം പിടിച്ചിട്ട് മത്സ്യഗന്ധ വരാൻ വേണ്ടി. അല്ലെങ്കിലും കൊങ്കൺ റെയിൽവേ കയറിയ പിന്നെ രാജധാനി ആണെന്നോ വന്ദേ ഭാരത് ആണെന്നോ ദുരന്തമാണെന്നോ ഒന്നുമില്ല, എല്ലാ വണ്ടിയും ഒരുപോലെ. ഇതുകൊണ്ട് ഒരു ആൽക്കോ കിടക്കുന്നുണ്ടോ. ഇത് നമ്മുടെ വെർണ ഷെഡിൻ്റെ ഒരു ആൽക്കോ ആണ്, പക്ഷെ അതിൽ പൂനെയാണ് എഴുതിയിരിക്കുന്നത്. വെർണയുടെയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഒരു ബോബിൻ ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട് ഇവിടെ മുൾക്കിയിൽ. ഇവിടെ 2 G5 ടിൻസും കിടപ്പുണ്ടാവും. നല്ല വെറൈറ്റി കളറുള്ള WG5 അല്ലേ. ഏത് ഷെഡിൻ്റെ? ജാൻസി ഷെഡിൻ്റെ ആണ് കേട്ടോ രണ്ടും. ഇവിടെ എന്തോ ഗംഭീര പണി നടക്കുക കേട്ടോ. ട്രാക്കിലെ മറ്റേ ഇത് സാധനം മാറ്റുക, സ്ലീപ്പർ മാറ്റുക, അതാണ് ഈ ഉരുട്ടുന്നത്. ഇന്നഞ്ചേരി എന്നൊരു സ്റ്റേഷൻ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക. ഉടുപ്പിക്ക് മുമ്പുള്ള സ്റ്റേഷനാണ്. നമ്മൾ ഇതിലായിട്ട് ഉടുപ്പി എത്തിയിട്ടില്ല, 7 മണിയായി. വണ്ടി ഡിലേ ആണ് കേട്ടോ. കൊങ്കണി കയറിയപ്പോൾ അറിയാമല്ലോ. എന്നാലും പക്ഷേ കൊങ്കൺ കയറുന്നതിന് മുമ്പേ തന്നെ ഡിലേ ആകുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. എന്തായാലും രാത്രി പറഞ്ഞാൽ ഇതേപോലെ നമ്മുടെ രാജധാനിക്കൊന്നും പണ്ടത്തെ അത്രയൊന്നും പ്രയോറിറ്റി കിട്ടുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ്. പണ്ടെന്ന് പറയുമ്പോൾ രാജധാനി എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രയോറിറ്റിയാണ്. ഇപ്പം അത്രയൊന്നും കിട്ടുന്നില്ല, കാരണം ഇത് മിനിഞ്ഞാന്ന് ഇതേപോലെ ഇന്നലെ ഇവിടെ നിന്ന് വിട്ട രാജധാനി മിനിഞ്ഞാന്ന് ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയതാണ്. അത് 3 മണിക്കൂർ ലേറ്റ് ആയിരുന്നു, അറിയോ. അത് കൊങ്കണിൽ വെച്ച് ലേറ്റ് ആയതാണ്.
ഈ ട്രെയിനിൽ കയറുമ്പോൾ ഇവരെ കാണിക്കുന്ന ഒരു ഭയങ്കര മോശം പരിപാടിയാണ്. ഇത് കണ്ടോ, ആ ഒരു ഡോറ് അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്ക്. ഇത് മറ്റേ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് എന്തൊക്കെയാണ് അത് വെച്ച് ഡോറ് ബ്ലോക്ക് ചെയ്ത് എല്ലാ കോച്ചിലുണ്ട്. ഇവരുണ്ട്, ആ കോച്ചിലുണ്ട്, ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇവർക്ക് എന്ത് ഇതല്ലേ നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴേ മറ്റേ ചെന്നൈ കൂർഗുരുവിലൊക്കെ കയറുമ്പോൾ പാൻഡ്രയുടെ ആൾക്കാർ വന്നിട്ട് ഈ ഡോറിന് അവിടെ കൊണ്ട് പെട്ടിയും അവരുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുക. എല്ലാ കോച്ചിൻ്റെ ഡോറിനോട് ആൾക്കാരെങ്ങനെ കയറാൻ പറ ഭയങ്കര മോശം പരിപാടിയല്ലേ കാണിക്കുന്നത്. ഇവർ എന്ത് ഒരു ലോജിക്കും ഇല്ലാത്ത ആൾക്കാർ. അത് ഹിന്ദിക്കാരാണ് ചെയ്യുന്നത്, അവരുടെ കാര്യമില്ല, പറയേണ്ട ആവശ്യമില്ലല്ലോ ഹിന്ദിക്കാരുടെ കാര്യമൊക്കെ. സമയം ഇപ്പോൾ രാവിലെ 7:15, 6:40 എത്തേണ്ട രാജധാനിയാണ്. ഇവിടെ 35 മിനിറ്റ് ലേറ്റായിട്ടാണ് ഇവിടെ ഉടുപ്പിയിലെത്തുന്നത്. ഉടുപ്പിയിൽ സ്റ്റോപ്പുള്ള പ്രീമിയം ട്രെയിനിൽ ഒരെണ്ണമാണ് ഈ രാജധാനി കേട്ടോ. ഈ ഉടുപ്പി വഴി പോകുന്ന 2 ദുരന്തോയ്ക്ക് ഇവിടെ സ്റ്റോപ്പില്ല, ആകെ രാജധാനിക്ക് മാത്രമേ ഇവിടെ സ്റ്റോപ്പ്. ഇന്ന് കൊങ്ങണിലൊക്കെ 6 വക തേപ്പ് കിട്ടുന്നൊന്നും എനിക്കറിയത്തില്ല, നോക്കാം എന്തായാലും. നമ്മൾ രാവിലെ 10 മണിക്ക് മടുകാവ്, ഉച്ചയ്ക്ക് 1:55 രത്നഗിരി, വൈകിട്ട് 6 മണിക്ക് പനവേൽ. അങ്ങനെയാണ് സമയം. ഓൺ ടൈം എത്തിയാൽ മതി. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു, ഉടുപ്പിയിൽ നിന്ന് പുറപ്പെട്ടു. ഇനി അടുത്ത സ്റ്റോപ്പ് കാർവാറാണ്. ഉടുപ്പി, കാർവാർ, മടുകാവ്. ഞാൻ നോൺ വെജ് രാവിലെ പറഞ്ഞത്, നമ്മൾ ബുക്ക് ചെയ്യുന്നത് വെജ് നോൺ വെജ് സെലക്ട് ചെയ്താൽ നമുക്ക് പറഞ്ഞാൽ നമുക്ക് നോൺ വെജൊക്കെ കൊണ്ട് തരും. അപ്പോൾ രാവിലെ നോൺ വെജ് പറയാൻ കാര്യം രാവിലെ ഓംലെറ്റ് കിട്ടും, വെജ് ആണെങ്കിൽ രാവിലെ കട്ട്ലറ്റ് കിട്ടത്തുള്ളൂ, എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ നോൺ വെജിൽ രാവിലെ നല്ല ചൂട് ഓംലെറ്റ് കിട്ടും, അതേപോലെ ചൂടാക്കി തരുന്നുണ്ടോ. അതിനോട് വെജിറ്റബിൾസ്, പിന്നെ ഒരു മാംഗോ ജ്യൂസിൻ്റെ ഡ്രിങ്ക്, പിന്നെ ഇത് ബ്രെഡും, പിന്നെ ബട്ടറും, പിന്നെ ഒരു ചായയുടെ കിറ്റുണ്ട്. ഇനി ഒരു 2 ചായ കിട്ടും രാവിലെ. നമ്മളിപ്പോൾ മുരുടേശ്വർ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോകാൻ വേണ്ടി 2 വണ്ടി ക്രോസിങ്ങിന് ഇട്ടായിരുന്നു. ഒരെണ്ണം ഗരീബ്രതും ഒരെണ്ണം കാർവാർ യശ്വന്ത്പൂരും. രണ്ടും ഞാൻ കഴിക്കാൻ നേരത്താണ് പോയത്. മുരുടേശ്വർ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അടിച്ചു വിട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ കാർവാർ എത്തേണ്ട സമയം ആവാറായിട്ടുണ്ട്. കാർവാർ എത്തുമെന്ന് ആർക്കറിയാം, നോക്കാം. ഈ വഴിയിൽ പോകുമ്പോൾ നമുക്ക് സൊമാറ്റോയിൽ ഫുഡ് കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെ എടുക്കുന്നത് വെച്ചാൽ നമ്മൾ സൊമാറ്റോ ആപ്പ് എടുക്കുക, എന്നിട്ട് ഇതിനകത്ത് ഈ എക്സ്പ്ലോർ മോഡുന്നതിനകത്ത് ഫുഡ് ഓർഡർ ചെയ്യുന്ന സംഭവം ഉണ്ടേ, അതിനകത്ത് നമ്മുടെ PN നമ്പർ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരും കണ്ട. മടുകാവിലുണ്ട് ഡെലിവറി, പൻവേലുണ്ട്, വസായുണ്ട്, സൂറത്തുണ്ട്, നിസാമുദ്ദീനുണ്ട്. കണ്ട, മടുകാവിനൊക്കെ രാവിലെ ഫുഡ് കിട്ടും. ഉച്ചയ്ക്ക് രത്നഗിരിയിലില്ല കേട്ടോ, പൻവേലുള്ളൂ. പിന്നെ വസായി, സൂറത്ത്, നിസാമുദ്ദീൻ, ഇത്ര അടുത്ത് നമുക്ക് ഡെലിവറി ഉണ്ട് സൊമാറ്റോടെ. നീണ്ടു നിവർന്ന് നടക്കുന്ന ശരാവതി നദി നമ്മുടെ രാജധാനി ഇങ്ങനെ കിടക്കുകയാണ്. നല്ല രസമാണ് രാവിലെ കാണാൻ വേണ്ടി. നമ്മളിരിക്കുന്ന സൈഡിൽ വെയിലുണ്ട്, നല്ല വെയിലുണ്ട് കേട്ടോ. കൊങ്കണിൽ ഈ സമയത്തൊക്കെ നല്ല വെയിലുള്ള സമയമാണ്. മഴയൊക്കെ തുടങ്ങാൻ വേണ്ടി ഇനി മാസങ്ങളുണ്ട്. അപ്പോൾ നല്ല വെയിൽ, നല്ല ഉണങ്ങിക്കറിൻ്റെ ക്ലൈമറ്റ് ആയിരിക്കും നമ്മൾ പോകുമ്പോൾ. കൊങ്കൺ റെയിൽവേയിൽ സ്പീഡ് 120 ആക്കിയെങ്കിലും പക്ഷേ നമ്മുടെ വണ്ടി 110-ലാണ് പോകുന്നത്. ഇനിയിപ്പം വസായി റോഡൊക്കെ എത്തുമ്പോൾ 130 കയറോ ഇല്ലയോ എന്തോ ആർക്കറിയാം, കയറിയാൽ മതി. നമ്മുടെ രാജധാനി ഇങ്ങനെ 40 മിനിറ്റ് ലേറ്റായിട്ട് ഇവിടെ കാർവാർ എത്തി. ലേറ്റ് കൂടി, ഇടയ്ക്കിടയ്ക്ക് ഈ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ടേ ലേറ്റ് കൂടി ഇങ്ങനെ വന്നതിനിടയ്ക്ക്. സമയം ഇപ്പോൾ 9:45 ഇപ്പം തന്നെ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. കാരണം കോസ്റ്റൽ ഏരിയയൊക്കെ അല്ലേ, നല്ല ചൂടാണ്. ഇനി പുറത്തിറങ്ങാനൊന്നും പറ്റത്തില്ല, പൊരിഞ്ഞു പോകും ലാസ്റ്റ്.
പള്ളിയിൽ നിന്ന് സ്റ്റേഷനിൽ കൊണ്ട് ഒരു 5 മിനിറ്റ് എടുക്കുകയാണ് കേട്ടോ. വണ്ടിയൊന്നും ഇങ്ങോട്ട് വന്നൊന്നുമില്ല, ഒരു 5 മിനിറ്റ് കൊണ്ട് വെറുതെ കൊണ്ട് വിട്ടു. അല്ല കിട്ടിലും ചൂടാണ്. ഇനിയിപ്പം നമുക്ക് തണുപ്പ് കിട്ടുന്നത് മിക്കവാറും ഈ ഡൽഹിയൊക്കെ എത്താറാകുമ്പോഴേക്കും. ഡൽഹിയിൽ ഇപ്പം തണുപ്പൊക്കെ കുറഞ്ഞു വന്നെന്നൊക്കെ കേട്ടെ. പക്ഷെ നമ്മൾ പോകുന്ന പഞ്ചാബ് ഭാഗത്തൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ പള്ളി തന്നെ പിന്നെ അടുത്ത സ്റ്റേഷൻ മഡ്ഗാവ് ജംഗ്ഷനാണ്. അപ്പോൾ അതാണ് ഇനി മെയിൻ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. മിക്കവാറും ഒരു 10:45 ആവും എത്താൻ. ഞാൻ ട്രാവൽ ചെയ്യുന്ന ആ കോച്ചിൽ ഒട്ടുമിക്ക ആൾക്കാരും ഡൽഹി ഇറങ്ങാനുള്ള ആൾക്കാരാണ്. അതായത് നമ്മുടെ നാട്ടിൽ നേരെ ഡൽഹിക്ക് പോകുന്ന ആൾക്കാരാണ്. ഇടയ്ക്ക് ഇറങ്ങുന്ന ആൾക്കാരൊക്കെ കുറവാണ്. അപ്പുറത്തിരിക്കുന്ന കുറച്ച് ഹിന്ദിക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ മഡ്ഗാവ് ഇറങ്ങും. ബാക്കിയുള്ളവരെല്ലാം ഡൽഹി വരെ, കൂടുതലും ഫാമിലി ആയിട്ടുള്ള ആൾക്കാരാണ്. ശരിക്കും ഈ വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ എന്താ പറയുക, ഒരു നോർമൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പോലെ ഉള്ളൂ. പിന്നെ വേഗം എത്തും. ഇതിനൊരു എക്സ്പീരിയൻസ് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് കേസിൽ തന്നെ പോകണം, എന്നാലേ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. 40 മിനിറ്റ് അടുപ്പിച്ച് ലേറ്റായിട്ട് നമ്മൾ ഇവിടെ മഡ്ഗാവ് ജംഗ്ഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 10:36. 10 മണിക്ക് എത്തേണ്ട വണ്ടിയാണ്. കൊങ്കൺ റെയിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നോർമൽ ഡിലേയാണ്. പൂനെയുടെ ഒരു WP7 ആയിട്ട് ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ടായിരിക്കുന്നു. ഇവിടെ ടെർമിനേറ്റ് ചെയ്ത വണ്ടി ഏതാന്ന് തോന്നുന്നു കേട്ടോ. ഇത് കൊങ്കൺ കന്യ എക്സ്പ്രസ് ആ വണ്ടിയാണ്. ഇവിടം വരെ ഉള്ളൂ. നമ്മളങ്ങനെ മഡ്ഗാവ് എത്തി. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു വണ്ടി പോകാനുണ്ട്. അത് നമ്മുടെ നിസാമുദ്ദീൻ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് ഉണ്ടല്ലോ, വീക്ക്ലി, ആ വണ്ടിയാണ് വന്നത്. നമ്മളങ്ങനെ തിരുവനന്തപുരം രാജധാനിയിൽ നമ്മളിപ്പോൾ മഡ്ഗാവ് എത്തി. അപ്പോൾ രാജധാനിയുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇവിടെ എൻ്റെ ആണ്. സെക്കൻഡ് പാർട്ട് നമ്മൾ മഡ്ഗാവത്ത് നേരെ നിസാമുദ്ദീൻ വരെയുള്ള യാത്രയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ പഞ്ചാബ് ഓൺ റെയിൽസിന്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നു. ഇനിയും അടിപൊളി വീഡിയോസ് വരാൻ കിടപ്പുണ്ട്. അപ്പോൾ രാജധാനിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ദിവസം കാണാം. ബൈ.